ചാണക്യൻ പറയുന്നു, ആരെങ്കിലും നിങ്ങളെ വല്ലാതെ ശല്യപ്പെടുത്തുകയും നിങ്ങളുടെ സമാധാനം കെടുത്തുകയും നിങ്ങളുടെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇനി അവരുടെ കളിക്ക് അറുതി വരുത്തേണ്ട സമയമായി. ഇനി അവർക്കെതിരെ കളിക്കേണ്ടത് അവരുണ്ടാക്കിയ നിയമങ്ങൾ അനുസരിച്ചല്ല, മറിച്ച് നിങ്ങൾ നിശ്ചയിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചാണ്. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും തന്ത്രപരമായ നീക്കങ്ങളാണ് ഇനി നിങ്ങൾ നടത്തേണ്ടത്. ജീവിതം ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കും. എവിടെയാണ് പിഴച്ചതെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ ആരുടെയും ഒന്നും നശിപ്പിച്ചിട്ടുണ്ടാകില്ല. എങ്കിലും ചിലർ കാരണമില്ലാതെ നിങ്ങളെ ഉപദ്രവിക്കാനും അടിച്ചമർത്താനും താഴ്ത്തിക്കെട്ടാനും നിങ്ങളുടെ മനോധൈര്യം തകർക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ കാലം മാറുമായിരിക്കും, അല്ലെങ്കിൽ അവർ നന്നായേക്കാം. അതുമല്ലെങ്കിൽ സമയത്തിനൊപ്പം എല്ലാം ശരിയാകും എന്ന് കരുതി നിങ്ങൾ മൗനം പാലിക്കും. പക്ഷേ യാഥാർത്ഥ്യം ഇതിൽ നിന്നും എത്രയോ അകലെയാണ്. നിങ്ങളെന്ന് നിശബ്ദനാകാൻ തീരുമാനിക്കുന്നുവോ, അന്നുമുതൽ അവർ നിങ്ങളുടെ മൗനത്തെ നിങ്ങളുടെ ബലഹീനതയായി കാണാൻ തുടങ്ങും. ആ മൗനം പതുക്കെ പതുക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിള്ളൽ വീഴ്ത്തുകയും അവിടെ നിന്ന് മനുഷ്യൻ തകർന്നു തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ കാര്യം മറ്റൊന്നാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സസ്പെൻസിലൂടെ തുടങ്ങുന്ന ഒരു കാര്യമാണ്. കാരണം യഥാർത്ഥ കളി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇത് നിങ്ങളുടെ കഥയാണ്, എന്നെപ്പോലെയുള്ളവരുടെ കഥയാണ്. പുറമേ ശാന്തമായിരിക്കുകയും എന്നാൽ ഉള്ളിൽ എന്നും യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കഥയാണിത്. ഓരോ ദിവസവും ആരെങ്കിലുമൊക്കെ ശല്യപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടും അത് സഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കഥ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചാണക്യൻ പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവന്റെ കളി ഒരുനാൾ അവസാനിപ്പിക്കുക തന്നെ വേണം. കാരണം ഇനിയും സഹിക്കാൻ വയ്യ. പക്ഷേ സുഹൃത്തുക്കളെ, നിൽക്കൂ. നിങ്ങൾക്ക് വേണ്ടി വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനു പകരമായി ഒരു ലൈക്കും നല്ലൊരു കമന്റും നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണ് കാണുന്നതെന്ന് കമന്റ് ചെയ്യുകയും വേണം. ശരി, നമുക്ക് ചാണക്യനീതിയുമായി മുന്നോട്ടു പോകാം. ഇനി വരുന്നത് മനുഷ്യനെ ഉള്ളിൽ നിന്ന് പിടിച്ചുലയ്ക്കുന്ന ആ ഘട്ടമാണ്. ചിന്തിക്കൂ, രാത്രി കൃത്യം 1 മണി. പെട്ടെന്ന് ഉറക്കം ഞെട്ടുന്നു. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം. തലച്ചോറ് ചോദ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. മനസ്സ് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ മാത്രം ഇതെല്ലാം സഹിക്കണം? എന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ഇവർക്കാരാണ് അധികാരം നൽകിയത്? എന്നെ വീണ്ടും വീണ്ടും ദുർബലനാണെന്ന് തെളിയിക്കാൻ ഇവർക്കെവിടുന്നാണ് ഇത്രയും ധൈര്യം കിട്ടുന്നത്? ചുറ്റും നിശബ്ദമാണ്. പക്ഷേ ഉള്ളിലൊരു കൊടുങ്കാറ്റ് നടക്കുന്നുണ്ട്. ആത്മാവ് അലറി വിളിച്ചു പറയുന്നു, മതി, ഇനിയും വയ്യ. ഈ കളി ഇവിടെ അവസാനിപ്പിച്ചേ മതിയാകൂ. ഇനി ആരുടെയും വിരൽത്തുമ്പിലാടുന്ന കളിപ്പാവയായി എനിക്ക് ജീവിക്കേണ്ട. ഇവിടെയാണ് മാറ്റത്തിന്റെ ആദ്യ നിമിഷം സംഭവിക്കുന്നത്. മനുഷ്യൻ തന്റെ മൗനം വെടിഞ്ഞ് സ്വന്തം കാര്യത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ പഠിക്കുന്ന നിമിഷം. ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇതാണ്. ആരെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഇനി ബന്ധങ്ങളുടെ വില നോക്കേണ്ട സമയമല്ല, മറിച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട സമയമാണ്. ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഓരോ നീക്കവും നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കുന്ന വഴിയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല. ഇനി അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ നീക്കങ്ങൾ നിങ്ങൾ നടത്തണം. പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതാണ്, ഇതിനുള്ള ശക്തി എവിടുന്ന് കിട്ടും? ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ കുറവാണെന്ന് തോന്നുന്ന ആ ധൈര്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? സത്യമെന്താണെന്നാൽ ആ ശക്തി പുറത്തല്ല, അതെപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത്രയും നാൾ അത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് മാത്രം. നിങ്ങൾ അനുഭവിച്ച വേദന, എത്ര തവണ നിങ്ങൾ തകർന്നുപോയി, എത്ര തവണ കണ്ണുനീരൊഴുക്കി, എത്ര തവണ അപമാനത്തിന്റെയും ശല്യപ്പെടുത്തലുകളുടെയും തീയിലൂടെ കടന്നുപോയി. ആ മുറിവുകളെല്ലാം പതുക്കെ പതുക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുകയാണ്. ആ മുറിവുകളിൽ നിന്നാണ് മനുഷ്യനെ ആകെ മാറ്റിമറിക്കുന്ന ആ അഗ്നി ജനിക്കുന്നത്. പക്ഷേ ഈ മാറ്റത്തിന്റെ തുടക്കം ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ്, ഒരു ചോദ്യത്തിൽ നിന്ന്. എന്നെ ശല്യപ്പെടുത്തുന്നവരുടെ കൈകളിൽ ഞാൻ എന്തിനെന്റെ ജീവിതം കൊടുക്കണം? ചാണക്യൻ പറയുന്നു, ആര് കാരണമാണോ നിങ്ങളുടെ സമാധാനവും ആത്മാഭിമാനവും സന്തോഷവും നഷ്ടപ്പെടുന്നത്, അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സ്ഥാനം നൽകരുത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ, ഈ കഥ വെറുമൊരു അറിവല്ല, ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഒരാൾ നിങ്ങളെ ശല്യപ്പെടുത്തുമ്പോൾ അയാൾ നിങ്ങളുടെ മനസ്സിൽ ഭയമുണ്ടാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അയാൾ ഒരു കാര്യം മറന്നുപോകുന്നു. ഒരു മനുഷ്യൻ തകർന്നെഴുന്നേറ്റാൽ പിന്നെ അവനെ നേരിടാൻ ആർക്കും സാധിക്കില്ല. നിങ്ങളുടെ സഹനശക്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി, പക്ഷേ നിങ്ങളുടെ മൗനമല്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, തല്ലുപിടിക്കാതെ, ദേഷ്യം കാണിക്കാതെ, കൈ ഉയർത്താതെ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന വ്യക്തിയുടെ കളി എങ്ങനെ അവസാനിപ്പിക്കാം എന്ന വഴിയാണ്. നിങ്ങളുടെ മൗനം എങ്ങനെ ശക്തിയാകുമെന്നും നിങ്ങളുടെ ക്ഷമ എങ്ങനെ ആയുധമാകുമെന്നും നിങ്ങളുടെ ചെറിയൊരു നീക്കത്തിൽ എതിരാളി എങ്ങനെ വെള്ളം കുടിക്കുമെന്നും നിങ്ങൾ കാണാൻ പോകുന്നു. പക്ഷേ ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല. അതിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ലോകം എപ്പോഴും നല്ല മനുഷ്യരെയാണ് ശല്യപ്പെടുത്തുന്നത്. കാരണം മോശം ആളുകളെ എല്ലാവർക്കും പേടിയാണ്, പക്ഷെ നല്ലവരിൽ നിന്ന് എല്ലാവരും ലാഭം നോക്കുന്നു. സ്വന്തം അതിരുകൾ കാണിച്ചു കൊടുക്കാത്തവരെ മാത്രമേ ആളുകൾ ശല്യപ്പെടുത്തൂ. ഇന്നത്തെ ഈ യാത്ര മുഴുവൻ അതിനെക്കുറിച്ചാണ്. അതിരുകൾ കാണിച്ചു കൊടുക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനു മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല.
ഇത് വെറും വർത്തമാനമല്ല, സത്യമാണ്. ചാണക്യൻ പറയുന്നു, ആരെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുമ്പോൾ പ്രതികാരം ചെയ്യുന്നതിനു മുൻപ് അവരുടെ ഉദ്ദേശ്യം മനസ്സിലാക്കുക. കാരണം പ്രശ്നമുണ്ടാക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിന് 2 കാരണങ്ങളെ ഉണ്ടാകൂ. 1, അവർ നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നു. 2, നിങ്ങളിപ്പോൾ ദുർബലനാണെന്ന് അവർ കരുതുന്നു. ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ തോൽവിയെയല്ല കാണിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നത്. കാരണം ഒരാൾ നിങ്ങളെ ദുർബലനാണെന്ന് കരുതുമ്പോൾ അവരെ ജയിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ജീവിതമെന്ന കളി ഇങ്ങനെയാണ്. എതിരാളി നിങ്ങളെ വീണുപോയവനായി കാണുമ്പോഴാണ് നിങ്ങൾ എഴുന്നേൽക്കാനുള്ള ശരിയായ സമയം തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനി ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ കളി എങ്ങനെ കളിക്കും? എതിരാളിയെ നിങ്ങളുടെ മുന്നിൽ തകർത്തു കളയുന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആ നീക്കം ഏതാണ്? ആ നീക്കമാണ് മൗനം. അതെ, നിശബ്ദത. ചാണക്യൻ പറയുന്നു, ഏറ്റവും വലിയ വിജയം ലഭിക്കുന്നത് ബഹളത്തിൽ നിന്നല്ല, മറിച്ച് മൗനത്തിൽ നിന്നാണ്. നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തുമ്പോൾ, നിങ്ങൾ ന്യായീകരിക്കുന്നത് നിർത്തുമ്പോൾ, നിങ്ങൾ കരയുന്നത് നിർത്തുമ്പോൾ എതിരാളി ഭയപ്പെടാൻ തുടങ്ങുന്നു. കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മൗനം അവരുടെ അസ്വസ്ഥതയായി മാറുന്നു. നിങ്ങളുടെ നിശബ്ദത ഒരുനാൾ അവരുടെ ഭയമായി മാറുന്നു. പക്ഷേ വെറുതെ മിണ്ടാതിരുന്നാൽ മാത്രം പോരാ. മിണ്ടാതിരുന്നുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തണം. ഈ നീക്കങ്ങൾ അതീവ രഹസ്യവും കൃത്യവും വളരെ ശക്തവുമായിരിക്കണം. കഥ ഇവിടെ നിന്ന് യഥാർത്ഥ വഴിത്തിരിവിലേക്ക് കടക്കുന്നു. നിങ്ങളെ ശല്യപ്പെടുത്തിയയാളിപ്പോൾ പഴയതുപോലെ ശക്തനല്ലെന്ന് ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയുന്നു. അവരുടെ സംസാരത്തിൽ പഴയ ആ പ്രതാപമില്ല. അവരുടെ പെരുമാറ്റം മാറാൻ തുടങ്ങുന്നു. നിങ്ങൾ പഴയതുപോലെ പേടിക്കുമെന്നും തല കുനിക്കുമെന്നും ഒത്തുതീർപ്പിന് വരുമെന്നും അവർ കരുതുന്നു. പക്ഷേ അവർക്ക് തെറ്റി. കാരണം നിങ്ങൾ ആകെ മാറിക്കഴിഞ്ഞു. മൗനം ബലഹീനതയായിരുന്ന ആ വ്യക്തിയല്ല ഇപ്പോൾ നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ മൗനം ഒരു തന്ത്രമാണ്. ഈ തന്ത്രം എതിരാളിയെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്നു. ആരെങ്കിലും നിങ്ങളുടെ സമാധാനം തട്ടിയെടുത്താൽ അത് തിരിച്ചുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സമ്മതിക്കുന്നതുവരെ മാത്രമേ ആർക്കും നിങ്ങളെ ശല്യപ്പെടുത്താൻ കഴിയൂ. നിങ്ങൾ എപ്പോൾ അതിരുകൾ വരയ്ക്കുന്നുവോ, എപ്പോൾ അവരുടെ കളി നിർത്തുന്നുവോ, അപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമുണ്ടാകില്ല. ഇത് മനസ്സിലാക്കുന്ന ദിവസം നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറിമറിയും. ഇപ്പോൾ ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. എതിരാളി തനിയെ തകർന്നു വീഴുന്ന ചാണക്യന്റെ ആ അപകടകരമായ തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നു. ഒരക്ഷരം മിണ്ടാതെ, കൈ ഉയർത്താതെ, തർക്കിക്കാതെ അവരുടെ കളി എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് നിങ്ങൾ അറിയാൻ പോകുന്നു. പക്ഷേ ഇതെല്ലാം ഞാൻ അടുത്ത ഭാഗത്തിലാണ് പറയുന്നത്. കാരണം യഥാർത്ഥ കളി ഇപ്പോഴാണ് തുടങ്ങുന്നത്. നിങ്ങൾ തയ്യാറാണെങ്കിൽ. വർഷങ്ങളായുള്ള മൗനം, അപമാനം, വേദന, തകർന്ന വിശ്വാസം എന്നിവയിൽ നിന്നുണ്ടായ തന്റെ ഉള്ളിലെ തീയെ മനുഷ്യൻ തിരിച്ചറിയുന്നിടത്താണ് കഥ മുന്നോട്ടു പോകുന്നത്. ഒരാൾ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തുമ്പോൾ, നിങ്ങളുടെ അതിരുകളെ പരിഹസിക്കുമ്പോൾ, നിങ്ങളെ ദുർബലനായി കാണുമ്പോൾ, അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ പതുക്കെ ഒരു കൊടുങ്കാറ്റ് ജനിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യമെന്തെന്നാൽ എതിരാളിക്ക് ഈ കൊടുങ്കാറ്റ് ഒരിക്കലും കാണാൻ കഴിയില്ല. നിങ്ങൾ പഴയതുപോലെ തന്നെയാണെന്ന് അവർ കരുതുന്നു. പേടിയുള്ള, ശാന്തനായ, എന്തു തെറ്റും സഹിക്കുന്ന ഒരാൾ. പക്ഷേ അവർക്കറിയില്ല, മിണ്ടാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ കളിക്കാരനെന്ന്. ചാണക്യൻ പറയുന്നു, ഉള്ളിൽ തകർന്നിട്ടും സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുന്ന ദിവസം ലോകത്തെ പിടിച്ചുലയ്ക്കാനുള്ള ശക്തി മനുഷ്യന് ലഭിക്കും. ഇത് സത്യമാണ്. നിങ്ങൾ എത്രത്തോളം സഹിച്ചുവോ അത്രത്തോളം നിങ്ങൾ ശക്തനായി. നിങ്ങളെ ശല്യപ്പെടുത്തുന്നയാളുടെ കളി അവസാനിപ്പിക്കാനുള്ള സമയം വന്നെത്തി. പക്ഷേ കളി അവസാനിപ്പിക്കാനുള്ള മാർഗം അടിയോ വഴക്കോ പ്രതികാരമോ അല്ല. യഥാർത്ഥ മാർഗം അവരുടെ തെറ്റിദ്ധാരണ പൊളിച്ചെടുക്കുക എന്നതാണ്. കാരണം നിങ്ങളെ ശല്യപ്പെടുത്തുന്നവന്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ അവനില്ലാതെ ഒന്നും ചെയ്യില്ല എന്ന അവന്റെ ചിന്തയാണ്. നിങ്ങൾ എപ്പോഴും അവന്റെ വാക്ക് കേൾക്കുമെന്നും അവൻ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുമെന്നും അവനെ പേടിക്കുമെന്നും അവൻ കരുതുന്നു. നിങ്ങൾ എപ്പോൾ ഈ തെറ്റിദ്ധാരണ പൊളിക്കുന്നുവോ അപ്പോൾ അവൻ ഉള്ളിൽ നിന്ന് ഇളകാൻ തുടങ്ങും. ഇനി കേൾക്കൂ, ഏറ്റവും അപകടകരമായ നീക്കമെന്താണ്? നിങ്ങളിപ്പോൾ അവരുടെ നിയന്ത്രണത്തിലല്ല എന്നവരെ കാണിച്ചു കൊടുക്കുക. എങ്ങനെ? ഏറ്റവും ആദ്യം സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവൻ നിങ്ങളുടെ വികാരങ്ങൾ വെച്ചാണ് കളിക്കുന്നത്. അവൻ ദേഷ്യം വരുത്തുന്നു, വിഷമിപ്പിക്കുന്നു, അപമാനിക്കുന്നു. ഇതിലൂടെ നിങ്ങളെ നിയന്ത്രിക്കാമെന്ന് അവൻ കരുതുന്നു. പക്ഷേ അവന്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശാന്തമായിരിക്കാൻ തുടങ്ങുമ്പോൾ, അവന്റെ ഓരോ നീക്കത്തിനും പുഞ്ചിരി നൽകുമ്പോൾ, അവന്റെ ഓരോ ശ്രമത്തിനും മൗനം കൊണ്ട് മറുപടി നൽകുമ്പോൾ അവൻ ഭയപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോവുകയാണോ എന്ന് അവൻ സംശയിക്കുന്നു. നിങ്ങൾ അവനിൽ നിന്ന് അകന്ന് വലിയൊരു ശക്തിയായി തിരിച്ചുവരുമോ എന്ന് അവൻ പേടിക്കുന്നു. അവന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. അവൻ സ്വയം അസ്വസ്ഥനാകുന്നു. ഇവിടെയാണ് നിങ്ങൾ ജയിക്കാനും അവൻ തോൽക്കാനും തുടങ്ങുന്നത്. രണ്ടാമത്തെ നീക്കം അകലം പാലിക്കുക എന്നതാണ്. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവൻ നിങ്ങളെ അവന്റെ അടുത്ത് നിർത്തിക്കൊണ്ടാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ അവനിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ അവൻ അസ്വസ്ഥനാകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ മാറിപ്പോയി? എന്തുകൊണ്ടിപ്പോൾ അവന്റെ വാക്ക് കേൾക്കുന്നില്ല? എന്തുകൊണ്ട് അവന്റെ വിരൽത്തുമ്പിൽ നിൽക്കുന്നില്ല എന്ന് അവൻ
ചിന്തിക്കുന്നു. അവൻ നിങ്ങളുടെ പുറകെ നടക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, പക്ഷെ നിങ്ങൾ അവന് അതേ നിശബ്ദമായ മറുപടി നൽകുന്നു. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക എന്നതാണ് ആദ്യത്തെ പ്രഹരം. ഇത് എത്ര വിചിത്രമായ കളിയാണ്. മുൻപ് അവൻ നിങ്ങളെ ശല്യപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ അവനിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നിങ്ങൾ എന്നേക്കുമായി വിട്ടുപോകുമോ എന്ന് അവൻ ഭയപ്പെടുന്നു. അവന്റെ കളി അവസാനിക്കുന്നതിന്റെ തുടക്കമാണിത്. ഇനി മൂന്നാമത്തെ നീക്കം. ഇത് ഏറ്റവും അപകടകരമാണ്. ശ്രദ്ധ സ്വന്തം കാര്യങ്ങളിലേക്ക് മാറ്റുക. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവന്റെ പുറകെ നടക്കണമെന്നാണ്. അവനെക്കുറിച്ച് തന്നെ ചിന്തിക്കണം, അവന്റെ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കണം. പക്ഷേ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം സ്വന്തം കാര്യത്തിനും സ്വന്തം വളർച്ചയ്ക്കും സ്വന്തം ജീവിതത്തിനും വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുന്നുവോ, അന്ന് അവന്റെ നിയന്ത്രണം പൂർണ്ണമായും തകർന്നുപോകുന്നു. നിങ്ങൾ പഴയതിനേക്കാൾ തിളങ്ങുന്നതായും കൂടുതൽ കരുത്തനായതായും അവൻ കാണുന്നു. അവന്റെ പരിഹാസങ്ങളും തെറികളും അപമാനങ്ങളും ഒന്നും നിങ്ങളെ തടയുന്നില്ല എന്നത് അവനെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്നു. അവന് കാരണം നിങ്ങൾ തളരുമെന്ന് അവൻ കരുതി. പക്ഷേ അവന് കാരണം നിങ്ങൾ കൂടുതൽ ശക്തനായി. എതിരാളി നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തകരാതെ സ്വയം പുതിയൊരാളായി മാറുന്നതാണ് യഥാർത്ഥ തിരിച്ചടി. ഇനി നാലാമത്തെ നീക്കം. അവന്റെ നുണകളെ അവന്റെ കണ്ണിൽ നോക്കി തന്നെ തകർക്കുക. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഏതൊരു മനുഷ്യനും രണ്ട് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്: നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പേടിയും. പക്ഷേ ഇത് രണ്ടും നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അവന്റെ കളി അവിടെ തീരുന്നു. അടുത്ത തവണ അവൻ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ശല്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വ്യക്തമായ വാക്കുകളിൽ ഒരൊറ്റ കാര്യം പറയുക: ഇനി നിന്റെ കളി എന്റെ അടുത്ത് നടക്കില്ല. ഇത് നിങ്ങൾ ശബ്ദമുയർത്തി പറഞ്ഞാലും മൗനമായി പറഞ്ഞാലും കുഴപ്പമില്ല. ഈ കാര്യം അവന്റെ തലയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ള ധൈര്യം അവന് നഷ്ടപ്പെടും. പക്ഷേ യഥാർത്ഥ വഴിത്തിരിവ് ഇനിയാണ് വരുന്നത്. ചാണക്യന്റെ ചിന്തയിലെ ഏറ്റവും വലിയ രഹസ്യം. ചാണക്യൻ പറയുന്നു, ശത്രുവിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അവനെ അവഗണിക്കുക, ഇഗ്നോർ എന്നതാണ്. തന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാത്ത ഒരാളെക്കാൾ കൂടുതൽ മറ്റൊന്നും ഒരു മനുഷ്യനെ അസ്വസ്ഥനാക്കില്ല. നിങ്ങളുടെ ശ്രദ്ധ മാറുമ്പോൾ അവന്റെ ശക്തി അവസാനിക്കുന്നു. ചിന്തിക്കൂ, മാസങ്ങളോളം നിങ്ങളെ ശല്യപ്പെടുത്തിയ ആൾക്ക് ഇപ്പോൾ നിങ്ങളെ തൊടാൻ പോലും കഴിയുന്നില്ല. കാരണം നിങ്ങൾ അവനെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റുന്നില്ല. ഇതൊരു മാനസിക യുദ്ധമാണ്. ഇതിൽ ശാന്തമായിരിക്കുന്നവൻ ജയിക്കും. ഇനി വലിയൊരു കാര്യം പറയാം. നിങ്ങൾ ഈ നീക്കങ്ങളെല്ലാം നടത്തുമ്പോൾ എതിരാളി പതുക്കെ പതുക്കെ ദുർബലനാകുകയും അതേസമയം നിങ്ങൾ ശക്തനാകുകയും ചെയ്യുന്നു. ഇനി നിങ്ങളെ ശല്യപ്പെടുത്താൻ കഴിയില്ലെന്ന് അവൻ തന്നെ സമ്മതിക്കുന്ന ഒരു ദിവസം വരും. ഇത് അവന്റെ തോൽവിയല്ല, അവന്റെ അവസാനമാണ്, അവന്റെ കളിയുടെ അവസാനം. കാരണം നിങ്ങൾ അവന്റെ ഓരോ കാര്യത്തിനും പ്രതികരിക്കും എന്നതായിരുന്നു അവന്റെ കളി. പക്ഷേ നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുന്നതോടെ അവൻ തീരുന്നു. ഇപ്പോൾ നിങ്ങളൊരു പുതിയ വഴിത്തിരിവിലാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ അനുവദിക്കുന്നതുവരെ മാത്രമേ ആർക്കും നിങ്ങളെ ശല്യപ്പെടുത്താൻ കഴിയൂ എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങളുടെ മൗനം ആയുധമാണ്, അകലം പരിചയാണ്, ആത്മാഭിമാനം ശക്തിയാണ്. പക്ഷെ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. അവന്റെ കളി പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഇനിയും ചില നീക്കങ്ങൾ ബാക്കിയുണ്ട്. ഈ നീക്കങ്ങൾ എത്രത്തോളം അപകടകരമാണെന്നാൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ പിന്നെ ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ നേരെ കൈ ഉയർത്താനോ നിങ്ങളെ ശല്യപ്പെടുത്താനോ എന്തിന് നിങ്ങളുടെ നേരെ ഒന്ന് നോക്കാൻ പോലും ധൈര്യമുണ്ടാകില്ല. കഥ ഇപ്പോൾ എത്തിനിൽക്കുന്നത് മനുഷ്യൻ തന്റെ ഉള്ളിലെ തീയെ തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ്. പക്ഷേ പുറംലോകത്തെ ഈ തീ കാണിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ചാണക്യൻ പറയുന്നു, നിങ്ങൾ ആരുടെയെങ്കിലും കാരണം കൊണ്ട് തകർന്നു പോകുന്നതല്ല ഏറ്റവും അപകടകരമായ നിമിഷം. മറിച്ച് തകർന്നുപോയിട്ടും നിശബ്ദനായി എഴുന്നേറ്റ് നിൽക്കുന്ന നിമിഷമാണ് ഏറ്റവും അപകടകരം. ഈ എഴുന്നേൽപ്പ് സാധാരണമല്ല. ഇത് നിങ്ങളുടെ ശക്തിയുടെ തുടക്കമാണ്. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഓരോരുത്തരും ഈ തുടക്കം കണ്ട് വിറയ്ക്കാൻ തുടങ്ങും. എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് തോന്നും. നിങ്ങൾക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്, ഉള്ളിലെന്തോ മാറിയിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാകില്ല. നിങ്ങൾ പഴയ ആളല്ല എന്നു മാത്രം അവർ തിരിച്ചറിയുന്നു. ഇനി അഞ്ചാമത്തെ നീക്കം. സ്വന്തം വിജയങ്ങൾ കൊണ്ട് മറുപടി നൽകുക. ലോകത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി വിജയമാണ്, സക്സസ്. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവന് കാരണം നിങ്ങൾ വഴിയിൽ നിൽക്കണമെന്നും തകർന്നു പോകണമെന്നും മുന്നോട്ടു പോകാതിരിക്കണമെന്നുമാണ്. പക്ഷേ അതേ വേദനയെ നിങ്ങൾ ശക്തിയായി മാറ്റി നിശബ്ദമായി നിങ്ങളുടെ ജോലിയിൽ മുഴുകുമ്പോൾ നിങ്ങൾ അവനേക്കാൾ മുന്നിലെത്തുന്നു. ചിന്തിക്കൂ, ഇതിനേക്കാൾ വലിയ വേദന അവന് വേറെ എന്തുണ്ട്? നിങ്ങളെ കരയിപ്പിച്ചവൻ ഇന്ന് നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നു. നീ ജീവിതത്തിൽ ഒന്നുമാകില്ല എന്ന് പറഞ്ഞവൻ ഇന്ന് നിങ്ങളുടെ കാൽപെരുമാറ്റം കേട്ട് ഭയപ്പെടുന്നു. ചാണക്യന്റെ ഏറ്റവും അപകടകരമായ നീക്കങ്ങളിൽ ഒന്നാണിത്. ഒരക്ഷരം മിണ്ടാതെ തന്നെ ശല്യപ്പെടുത്തുന്നവന്റെ കളി അവന്റെ കൺമുന്നിൽ വെച്ച് അവസാനിപ്പിക്കുക. ഇനി ഏഴാമത്തെ നീക്കം, ക്രമത്തിൽ ആറാമത്. സ്വന്തം അതിരുകൾ, ബൗണ്ടറീസ് നിശ്ചയിക്കുക. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവൻ എപ്പോഴും നിങ്ങളുടെ അതിരുകൾ ലംഘിക്കാൻ നോക്കും. കാരണം നിങ്ങളുടെ അതിരുകൾ ദുർബലമാണ്. പക്ഷേ നിങ്ങൾ വ്യക്തവും ശക്തവും ഉറച്ചതുമായ അതിരുകളുണ്ടാക്കുമ്പോൾ അവന്റെ എല്ലാ ആക്രമണങ്ങളും പാഴാകുന്നു. അതിര് എന്നാൽ ഏത് പെരുമാറ്റമാണ് നിങ്ങൾ അംഗീകരിക്കുക, ഏത് അംഗീകരിക്കില്ല എന്ന് തീരുമാനിക്കലാണ്.
ആരെങ്കിലും ഒച്ചയിട്ടാൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ആരെങ്കിലും അപമാനിച്ചാൽ ബന്ധം അവസാനിപ്പിക്കും. ആരെങ്കിലും വികാരങ്ങൾ വെച്ച് കളിച്ചാൽ അകലം പാലിക്കും. ഇവൻ ഇനി എല്ലാം സഹിക്കുന്നവനല്ല, മറിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ പിന്മാറുന്നു. കാരണം ശല്യപ്പെടുത്തുന്നവന് ശക്തമായ അതിരുകളേക്കാൾ വലിയ പേടി മറ്റൊന്നില്ല. ഇനി ആറാമത്തെ നീക്കം. ചാണക്യൻ ഇതിനെ മനസ്സിന്റെ ആയുധം എന്ന് വിളിക്കുന്നു. സ്വന്തം മൂല്യം വർദ്ധിപ്പിക്കുക. ഈ നീക്കം എതിരാളിയുടെ നടുവൊടിക്കുന്ന ഒന്നാണ്. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവനില്ലാതെ നിങ്ങൾ ഒന്നുമല്ലെന്ന് നിങ്ങൾക്ക് തോന്നണമെന്നാണ്. പക്ഷെ എപ്പോൾ നിങ്ങൾ സ്വന്തം വില തിരിച്ചറിയുന്നുവോ, എപ്പോൾ നിങ്ങൾ സ്വയം മുൻഗണന കൊടുക്കുന്നുവോ, എപ്പോൾ നിങ്ങൾ സ്വയം അത്യാവശ്യമുള്ള ഒരാളായി കാണുന്നുവോ, അപ്പോൾ എതിരാളിക്ക് അസൂയ വരുന്നു. അവന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. എല്ലാറ്റിനുമുപരി നിങ്ങൾ അവനെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന് അവൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അഹങ്കരിച്ചിരുന്നവൻ നിങ്ങളുടെ അസാന്നിധ്യം കണ്ട് ഭയപ്പെടാൻ തുടങ്ങുന്നു. ഈ മാറ്റം അവന്റെ ഏറ്റവും വലിയ തോൽവിയാണ്. ഇനി മറ്റൊരു രഹസ്യം പറയാം. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവൻ നിങ്ങളുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കും. നിങ്ങൾ പഴയതുപോലെ തന്നെ പ്രതികരിക്കുമെന്ന് അവൻ കരുതുന്നു. അവൻ ഒച്ചയിട്ടാൽ നിങ്ങൾ പേടിക്കുമെന്നും അപമാനിച്ചാൽ നിങ്ങൾ തകരുമെന്നും അവൻ കരുതുന്നു. പക്ഷെ ചാണക്യൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പ്രതികരണം മാറ്റുമ്പോൾ എതിരാളിയുടെ തന്ത്രം മുഴുവൻ തകരുന്നു. വികാരപരമായിട്ടല്ലാതെ ബുദ്ധിപൂർവ്വം മറുപടി നൽകാൻ തുടങ്ങുമ്പോൾ അവന്റെ ഓരോ നീക്കവും ഫലമില്ലാതാകുന്നു. അവൻ ദേഷ്യത്തിൽ സംസാരിച്ചാൽ നിങ്ങൾ ശാന്തനായിരിക്കുക. അവൻ അപമാനിച്ചാൽ നിങ്ങൾ പുഞ്ചിരിക്കുക. അവൻ പിണങ്ങിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. ഇതിന്റെ ആഘാതം എത്ര വലുതാണെന്നാൽ അവൻ സ്വന്തം പ്രവൃത്തികളെ സംശയിക്കാൻ തുടങ്ങും. പക്ഷെ കഥ ഇവിടെയും തീരുന്നില്ല. എട്ടാമത്തെ നീക്കം. ഇത് ഏറ്റവും അപകടകരവും ഏറ്റവും ഫലപ്രദവും അവസാനത്തേതുമാണ്. ചാണക്യൻ പറയുന്നു, ശത്രു നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ നന്മയെ മുതലെടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിന്റെ ദയയെ ആയുധമാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൗനത്തെ ബലഹീനതയായി കാണുന്നുണ്ടെങ്കിൽ, അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുക. ഈ നീക്കം ചോര ചീന്തുന്നതല്ല, വികാരപരമല്ല, മറിച്ച് ഇതൊരു തീരുമാനമാണ്. വർഷങ്ങളായി നിങ്ങളെ ശല്യപ്പെടുത്തിയവന്റെ കളി അവസാനിപ്പിക്കാനുള്ള വഴി അവൻ അകത്തേക്ക് വരുന്ന വാതിൽ കൊട്ടിയടക്കുക എന്നതാണ്. ഇപ്പോൾ കഥ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ഈ 8 നീക്കങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും കളി അവസാനിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുക കൂടിയാണ്. നിങ്ങൾ പഴയതിനേക്കാൾ ശക്തനും ശാന്തനും ബുദ്ധിമാനുമായി മാറുന്നു. ഇനി ആർക്കും നിങ്ങളെ പഴയതുപോലെ ശല്യപ്പെടുത്താൻ കഴിയില്ല. കാരണം നിങ്ങൾ സ്വയം മാറിക്കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ ശക്തമാക്കി, സ്വന്തം ആത്മാവിനെ സംരക്ഷിച്ചു. ചാണക്യൻ പറയുന്നു, സ്വയം ജയിച്ചവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കഥ ഇപ്പോൾ ആ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അവിടെ നിങ്ങൾ നിങ്ങളുടെ മൗനത്തെ ആയുധമാക്കുകയും വേദനയെ ശക്തിയാക്കുകയും ചിന്തകളെ ശക്തമാക്കുകയും ചെയ്തു. ഇനി ആർക്കും നിങ്ങളെ പഴയതുപോലെ വേദനിപ്പിക്കാനാവില്ല. പക്ഷേ ഇനിയും ഒരു അവസാന സത്യം ബാക്കിയുണ്ട്. ചാണക്യൻ തന്റെ ജീവിതത്തിൽ 1000 തവണ അനുഭവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സത്യം. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവന്റെ യഥാർത്ഥ കളി പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ് നടക്കുന്നത്. അവൻ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ബലഹീനതകളെയും ഭയത്തെയും പിടിച്ചെടുത്ത് നിങ്ങളെ നിയന്ത്രിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഉള്ളിൽ നിന്ന് സ്വതന്ത്രനാകുമ്പോൾ അവന്റെ കളി അവസാനിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിജയം ഉള്ളിൽ നേടുന്ന വിജയമാണ്. ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ ഈ നീക്കങ്ങളെല്ലാം നടത്തുമ്പോൾ, നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ, അകലം പാലിക്കുമ്പോൾ, സ്വയം വില കൽപ്പിക്കുമ്പോൾ, ജീവിതത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, അതിരുകൾ നിശ്ചയിക്കുമ്പോൾ, എതിരാളിയുടെ ലോകം ഇളകിമറിയുന്നു. നിങ്ങളെ ശല്യപ്പെടുത്തിയവന് നിങ്ങളെങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് മനസ്സിലാകുന്നില്ല. അവന്റെ മുന്നിൽ നിൽക്കുന്നത് വേറൊരാളാണെന്ന് അവന് തോന്നുന്നു. അവൻ പണ്ട് ഭയപ്പെടുത്തിയിരുന്ന അതേ ആൾ ഇന്ന് അവന്റെ കണ്ണിൽ നോക്കാൻ പോലും അവന് പേടിയാണ്. ഈ അവസ്ഥയാണ് അവന്റെ അന്ത്യം. കാരണം അവന്റെ മാന്ത്രികവിദ്യ ഇനി നിങ്ങളിൽ ഫലിക്കില്ല എന്ന് അവൻ ആദ്യമായി കാണുന്നു. ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ മാന്ത്രികവിദ്യ പൊളിഞ്ഞാൽ ശത്രു ഇല്ലാതാകുന്നു. അതാണിവിടെ സംഭവിച്ചത്. നിങ്ങൾ അവന്റെ മാന്ത്രികവിദ്യ തകർത്തു. പക്ഷേ ഈ കഥയ്ക്ക് മറ്റൊരു വശമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. ലോകത്ത് 2 തരം ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 1 മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നവർ, 2 മൗനത്തിൽ കരുത്തരാകുന്നവർ. എന്നാൽ 3ാമത്തെ കൂട്ടരാണ് ഏറ്റവും അപകടകാരികൾ. ശല്യപ്പെടുത്തുന്നവനെ അവന്റെ തന്നെ തന്ത്രത്തിൽ കൊടുക്കുന്നവർ. ഇപ്പോൾ നിങ്ങൾ ആ 3ാമത്തെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തി, പേടിക്കുന്നത് നിർത്തി, തകരുന്നത് നിർത്തി. ഇപ്പോൾ നിങ്ങൾ ഉള്ളിൽ നിന്ന് ഇരുമ്പ് പോലെയായി. നിങ്ങളുടെ മൗനം, നിങ്ങളുടെ അകലം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ വിജയം, ഇതെല്ലാം അവന്റെ തോൽവിയായി മാറി. ഇനി അവൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ എത്ര ശ്രമിക്കുന്നുവോ അത്രയും വേഗം അവൻ തളരും. കാരണം ഒരാളെ ഇളക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രമിക്കുന്നവൻ തന്നെ തകർന്നുപോകും. ഒരു സത്യം കൂടി കേൾക്കൂ. നിങ്ങളെ സ്ഥിരമായി ശല്യപ്പെടുത്തുന്നവൻ ഉള്ളിൽ വലിയ ഭീരുവാണ്. നിങ്ങളുടെ മൗനത്തിൽ നിന്ന് കിട്ടുന്ന ശക്തി കൊണ്ടാണ് അവൻ നിങ്ങളുടെ മേൽ കുതിര കയറുന്നത്. എപ്പോൾ നിങ്ങൾ ആ മൗനത്തെ അവനെതിരെ ഉപയോഗിച്ചുവോ അവന്റെ ലോകം തകർന്നു. അവനിപ്പോൾ നടക്കുന്നത് പേടിച്ചുകൊണ്ടാണ്, സംസാരിക്കുന്നത് വിറച്ചുകൊണ്ടാണ്, നിങ്ങളെ നോക്കുന്നത് സംശയത്തോടെയാണ്. നിങ്ങളെപ്പോൾ ഇത്രയും മാറിയെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഇതാണ് മനഃശാസ്ത്രപരമായ യുദ്ധം. നിങ്ങൾ മുന്നിൽ ഒന്നും ചെയ്യുന്നില്ല,
പക്ഷേ എതിരാളി തനിയെ തോൽക്കുന്നു. ഇതാണ് ചാണക്യന്റെ ഏറ്റവും വലിയ തന്ത്രം. ശത്രുവിനെ അവന്റെ മനസ്സിൽ തോൽപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ആരാണ് കൂടെയുള്ളതെന്നും ആരാണ് എതിരെന്നും നിങ്ങൾക്കറിയാം. നിങ്ങളെ ശല്യപ്പെടുത്താൻ മാത്രം സ്ഥാനം ഇനി ആർക്കും മനസ്സിൽ കൊടുക്കരുതെന്ന് നിങ്ങൾ പഠിച്ചു. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. നിങ്ങളുടെ ബഹുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ സമാധാനം നിങ്ങളുടേതാണ്. ഇതിൽ കൈകടത്തുന്ന ആരും നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കാൻ യോഗ്യരല്ല. ആളുകളുടെ ആവശ്യം നിങ്ങൾക്കല്ല, മറിച്ച് ആളുകൾക്ക് നിങ്ങളെയാണ് ആവശ്യം എന്ന നിലയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം ശക്തനായ മനുഷ്യൻ എപ്പോഴും ആകർഷണത്തിന്റെ കേന്ദ്രമാണ്. ദുർബലർക്ക് ആ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ സ്വയം ചെറുതായി തോന്നും. അതുകൊണ്ടാണ് ശല്യപ്പെടുത്തുന്നവൻ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നത്. അവൻ നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നവൻ കരുതുന്നു. പക്ഷേ സത്യം, നിങ്ങൾ അവനെ ഉപേക്ഷിച്ചു എന്നതാണ്. കഥ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇനി ആരെയും നിങ്ങൾ തകർന്നുപോകുന്ന ആ ഒരവസ്ഥയിലേക്കെത്താൻ അനുവദിക്കില്ല എന്ന് സ്വയം വാക്ക് നൽകുന്ന നിമിഷമാണിത്. ഇനി ആർക്കും നിങ്ങളെ അത്രത്തോളം വിഷമിപ്പിക്കാൻ കഴിയില്ല. കാരണം എല്ലാ മനുഷ്യരിലുമുള്ള, എന്നാൽ കുറച്ചുപേർ മാത്രം തിരിച്ചറിയുന്ന ആ ശക്തി നിങ്ങൾ ഉണർത്തിക്കഴിഞ്ഞു. ഭീരുക്കളെ പിന്നോട്ട് വലിക്കുകയും യോദ്ധാക്കളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ആ അഗ്നി നിങ്ങൾ ജ്വലിപ്പിച്ചു. ചാണക്യൻ പറയുന്നു, സ്വന്തം ഉള്ളിലെ അഗ്നിയെ തിരിച്ചറിയുന്ന ദിവസം ലോകത്തെ ഒരു ശക്തിക്കും അവനെ തടയാനാവില്ല. ഇനി അവസാനമായി ഒരു കാര്യം. നിങ്ങളെ ശല്യപ്പെടുത്തിയ, നിങ്ങളെ കരയിപ്പിച്ച, നിങ്ങളെ തകർത്ത ആ മനുഷ്യന്റെ കളി അവസാനിച്ചു. അത് അവസാനിപ്പിച്ചത് നിങ്ങളാണ്. ഒരക്ഷരം മിണ്ടാതെ, ബഹളമുണ്ടാക്കാതെ, സ്വയം മാറിക്കൊണ്ട്. ഇതാണ് യഥാർത്ഥ വിജയം. ലോകത്തെ ജയിക്കാൻ എളുപ്പമാണ്, പക്ഷേ സ്വയം ജയിക്കുക എന്നത് കഠിനമാണ്. ഈ യാത്രയിൽ നിങ്ങൾ സ്വയം ജയിച്ചു കഴിഞ്ഞു. ഒരിക്കൽ ശല്യപ്പെടുത്തലുകൾ സഹിച്ചിരുന്ന ആളല്ല ഇപ്പോൾ നിങ്ങൾ. സ്വന്തം അഭിമാനം സ്വയം ഉണ്ടാക്കുന്ന, സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കുന്ന, ശല്യപ്പെടുത്തുന്ന ആർക്കും ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാത്ത പുതിയ മനുഷ്യനാണ് നിങ്ങൾ.